സ്നേഹമുള്ളവരെ, 13 ദിവസങ്ങൾക്ക് മുൻപ് ജൂലൈ മാസം 14-ാം തീയതിയിലെ മാധ്യമങ്ങളിൽ ഒരു അസ്ഥികൂടത്തിൻ്റെ വാർത്തയുണ്ടായിരുന്നു. അത് പേരാമ്പ്രയിൽ താമസിച്ചിരുന്ന 72 വയസ്സ് പ്രായമുള്ള കുഞ്ഞിക്കണ്ണൻ എന്നുള്ള ഒരു വൃദ്ധൻ്റെ അസ്ഥികൂടമാണ്. ഈ അസ്ഥികൂടം ഒരു വൃദ്ധൻ്റെ അസ്ഥികൂടം എന്നതിനേക്കാൾ മരവിച്ച സമൂഹ മനസാക്ഷിയുടെ ജീർണതയുടെ അസ്ഥികൂടമായിട്ട് എണ്ണപ്പെടണം. അദ്ദേഹത്തിന് 2 മക്കളുണ്ട്. 1.5 മാസമായി ഒരു മക്കളും അദ്ദേഹത്തെ അന്വേഷിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ചുറ്റുവട്ടത്ത് ധാരാളം അയൽവക്കക്കാരുണ്ട്. ഒരാളും അയാളെ അന്വേഷിച്ചിട്ടില്ല. KSEB ജീവനക്കാർ കറണ്ട് ബില്ല് അടയ്ക്കാത്തത് കൊണ്ട് വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കാൻ വന്നപ്പോഴാണ് വീട്ടുവളവിൽ എങ്ങനെയോ മരണപ്പെട്ട അയാളുടെ 1.5 മാസം പഴക്കമുള്ള അസ്ഥികൂടം കണ്ടെത്തുന്നത്. ഇങ്ങനെ ആരും കിടക്കാതിരിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ, 100-ൽ 5% ആളുകൾ ഇന്ന് ഏകാന്തതയിൽ ഒറ്റയ്ക്കും ജീവിക്കുമ്പോൾ ചൈനക്കാരൊരു ആപ്ലിക്കേഷൻ ഇറക്കിയിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷൻ്റെ പേര് ഡെമുമു എന്നാണ്. ആർ യു ഡെഡ്, നീ മരിച്ചോ, അതാണ് അതിൻ്റെ അർത്ഥം. അതാണ് ചൈനീസ് ഭാഷയിൽ. അതായത് ഈ ആപ്ലിക്കേഷൻ നമ്മൾ പണം കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യയിലുണ്ട്. എല്ലാ ദിവസവും നിശ്ചിത സമയത്ത് നമ്മുടെ ഫോണിൽ ഒരു ബട്ടൺ അമർത്തണം. ഇത് കിട്ടിയില്ല എങ്കിൽ നമ്മൾ ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ബട്ടൺ അമർത്തുന്നത്. അമർത്തിയില്ല എങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് ആപ്ലിക്കേഷനിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് കോള് പോകും. അദ്ദേഹം ബന്ധപ്പെടുന്നില്ല എന്നാണ് ആ കോളിൻ്റെ അർത്ഥം. അതായത് നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വവും നമുക്ക് തന്നെയായി എന്നാണ് അതിൻ്റെ ചുരുക്കം. എത്രയോ മുത്തച്ഛന്മാർ, പ്രായമുള്ളവരൊക്കെയാണ് ഏകാന്തതയിലും ഒറ്റയ്ക്കും താമസിക്കുന്നത്. അവരെ ഓർക്കണമെന്നുള്ള സഭയുടെ ചിന്ത കൊണ്ടാണ് 2011 ജനുവരി 31-ാം തീയതി കർത്താവിൻ്റെ മാലാഖ പ്രാർത്ഥനയുടെ സമയത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പ ജൂലൈ മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ച, അതായത് 26-ാം തീയതി ആഘോഷിക്കുന്ന വിശുദ്ധ അന്നായുടെ തിരുനാളിനോടനുബന്ധിച്ച് വരുന്ന ഞായറാഴ്ച സഭയിൽ മുത്തച്ഛന്മാരുടെ ദിവസമായിട്ട് ആഘോഷിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ആ തിരുനാൾ ദിവസം സ്ഥാപിച്ചുകൊണ്ട് പറയും, ഇത് ഏതെങ്കിലും ഒരു മുത്തച്ഛനെയോ മുത്തച്ഛയോ ഉദ്ദേശിച്ചല്ല, നമ്മുടെ വിശ്വാസത്തിൻ്റെ വേരുകൾ തേടി പോകേണ്ട ദിനമാണ് മുത്തച്ഛന്മാരുടെ ദിവസം. ഒരു വലിയ കാറ്റത്ത് മരം വീഴാതെ നിൽക്കുന്നത് ശാഖകളുടെ ബലം കൊണ്ടല്ല. ശാഖകൾ ഒടിഞ്ഞാലും അത് കിളിർത്ത് വരുന്നത് മരത്തിൻ്റെ തായ്തണ്ടിൻ്റെ ബലം കൊണ്ടുമല്ല. പിന്നെയോ അതിൻ്റെ ഉള്ളിൽ ആഴത്തിലുള്ള വേരുകളുള്ളത് കൊണ്ടാണ്. ഈ ആഴത്തിലുള്ള വേരുകൾ പാകിയതാര, അത് പാകിയവരാണ് മുത്തച്ഛന്മാരും മുത്തശ്ശിമാരും. അവരെ ഓർക്കുന്ന ദിവസമാണ് ഇന്ന ദിവസം. അവർ നമ്മുടെ ഉള്ളിൽ പാകിയ വിശ്വാസത്തിൻ്റെ വെളിച്ചം നമുക്ക് മറന്നു കളയാൻ പറ്റില്ല, മറന്നു കളയരുത് എന്നുള്ളതാണ് ഈ ദിനത്തിൻ്റെ സന്ദേശം. വിശുദ്ധ ജോവാക്കിമിനെയും അന്നയെയും പറ്റി വിശുദ്ധ ഗ്രന്ഥത്തിലൊന്നും നമ്മളൊന്നും തന്നെ കാണുന്നില്ല. പ്രോട്ടോ എവഞ്ചേലിയം ഓഫ് സെയിൻറ്റ് ജെയിംസ് എന്നുള്ള അപ്രമാണിക ഗ്രന്ഥത്തിലാണ് മറിയത്തിൻ്റെ ചെറുപ്പകാലങ്ങളെ പറ്റി പറയുന്നത്. ജോവാക്കിമും അന്നയും എന്നുള്ള പേര് നമ്മൾ അവിടെയാണ് കാണുന്നത്. അവർ ഏറെ പ്രായമായിട്ടും മക്കൾ ജനിക്കാത്ത ദമ്പതികളായിരുന്നു. അപ്പോഴാണ് അവർക്ക് ഒരു പെൺകുട്ടിയെ ദൈവം കൊടുക്കുന്നത്. ദൈവത്തിൻ്റെ ദാനമായിട്ട് കിട്ടിയ ഈ പെൺകുട്ടിയെ അവർ ദേവാലയത്തിൽ സമർപ്പിക്കുകയും ദേവാലയത്തോടനുബന്ധിച്ച് ഭക്തരായിട്ടുള്ള മാതാപിതാക്കൾ തങ്ങളുടെ പെൺമക്കളെ സമർപ്പിച്ചതിനൊപ്പം തന്നെ അവളും ദേവാലയത്തോടനുബന്ധിച്ച് ഭക്തകാര്യങ്ങളെ ശ്രദ്ധിച്ച് വളർന്നു വരികയാണ്. ദൈവം ലോകത്തിനൊരമ്മയെ കൊടുക്കാൻ ആഗ്രഹിച്ചു. ആ അമ്മ കന്യകാമറിയമാണ്. ആ അമ്മയ്ക്ക് മുൻപേ തന്നെ കന്യകാമറിയത്തിന് ദൈവം മാതാപിതാക്കളെ കൊടുത്തു. ഒരമ്മയിൽ നിന്നാണ് ഒരമ്മ എങ്ങനെയാകണമെന്ന് മറിയം പഠിച്ചത്. ആ അമ്മയുടെ ഗുണങ്ങളാണ് ഇന്നും നമ്മൾ അമ്മയെന്ന് വിളിക്കുമ്പോൾ പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന് വർഷിക്കപ്പെടുന്നത്. അവരതുകൊണ്ട് തന്നെയും യേശുവിൻ്റെ മുത്തച്ഛനും മുത്തശ്ശിയുമാവുകയാണ്. മനുഷ്യത്വത്തിൽ നമ്മുടെ ജ്യേഷ്ഠ സഹോദരനായിട്ടുള്ള
യേശുവിൻ്റെ മുത്തച്ഛനും മുത്തശ്ശിയും നമ്മുടെ മുത്തച്ഛനും മുത്തശ്ശിയുമാണ് എന്നുള്ളത് കൊണ്ടാണ് സഭ അവരെ ബഹുമാനിക്കുന്നത്. ഒരു ഭവനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടവേദ അടുക്കളയാണോ, സ്വീകരണ മുറിയാണോ, കിടപ്പ് മുറിയാണോ? ഇതൊന്നുമല്ല. പ്രായമുള്ള മാതാപിതാക്കളുള്ള വീടുകളിൽ അവരുടെ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് ഉയരുന്ന ആ ഏകാന്തതയുടെ മൂലകളാണ് ഒരു വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടം. ചില വീടുകളിലൊക്കെ പ്രാർത്ഥനാ മുറികളുണ്ട്. അവിടെയൊക്കെ ഏകാന്തതയിൽ പ്രാർത്ഥിച്ചിരിക്കുന്ന മാതാപിതാക്കൾ നമ്മൾ കാണുന്നുണ്ട്, വൃദ്ധ മാതാപിതാക്കൾ. അവരുടെ ജ്ഞാനമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വെളിച്ചം. അവരുടെ വിശ്വാസമാണ് നമ്മുടെ തളർച്ചയിലുള്ള നമ്മുടെ താങ്ങ്. ഇവരുടെ പ്രാർത്ഥനകളാണ്. നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ പാടത്തും പറമ്പിലുമൊക്കെ പണിയെടുക്കുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ, പലതരത്തിലുള്ള വ്യഗ്രതകളിലാവുമ്പോൾ നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു മുത്തച്ഛനും മുത്തശ്ശിയും, നമ്മൾ കയറി വരുന്നത് കാത്തിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ, ഇവരാണ് മാനവകുലത്തിൻ്റെ സമ്പത്തായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. ഇന്നത്തെ സുവിശേഷത്തിൽ ഒരു കുടുംബത്തെയാണ് ദൈവം വിവരിക്കുന്നത്. മർത്തായുടെയും മറിയത്തിൻ്റെയും കുടുംബം. മർത്തായുടെയും മറിയത്തിൻ്റെയും കുടുംബത്തിൽ ലാസർ എന്നുള്ള ഒരു സഹോദരനുണ്ടായിരുന്നു. യേശു ആ കുടുംബവുമായിട്ട് വളരെ ബന്ധപ്പെട്ട് നിന്നത്. യേശു ഒരിക്കൽ അവിടെ സന്ദർശനത്തിനെത്തുമ്പോൾ മർത്ത യേശുവിനെ സഹായിക്കുന്നതിന് വേണ്ടി, ശുശ്രൂഷിക്കുന്നതിന്, അതിഥി സൽക്കാരത്തിൽ തൽപരയായി അവൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നു. മറിയമാകട്ടെ യേശുവിൻ്റെ പാദാന്തികത്തിലിരുന്ന് യേശു പറയുന്നത് കേൾക്കുന്നു, അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു. അവിടെയാണ് മർത്ത പറയുന്നത്, ഇതാ നിന്നെ ശുശ്രൂഷിക്കുന്നതിന് ഇവൾ എന്നെ ഒറ്റയ്ക്ക് വിട്ടിരിക്കുന്നു, നീ കാണുന്നില്ലേ? യേശുവിൻ്റെ പ്രതികരണം നേരെ തിരിച്ച. യേശു പറയും, മർത്ത, നീ പലവിധ കാര്യങ്ങളിൽ ആകുലചിത്തയും നിന്റെ മനസ്സ് വ്യഗ്രത നിറഞ്ഞതുമാണ്. ശരിയായിട്ടുള്ള നല്ലതായിട്ടുള്ള ഭാഗം മറിയുമാണ് തിരഞ്ഞെടുത്തത്. മർത്ത പറഞ്ഞതും ചെയ്തതും ശരിയായില്ല എന്നുള്ള അർത്ഥം അവിടെയില്ല. പിന്നെയോ മറിയം ചെയ്യുന്നതിനകത്ത് കൂടുതൽ ശ്രേഷ്ഠതയുണ്ട്. അതിന് കാരണം എല്ലാ പ്രവൃത്തികൾക്കും മർത്ത ചെയ്യുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനമായിട്ട് നിൽക്കേണ്ടത് മർത്ത ചെയ്യുന്ന കാര്യമാണ്, ഒരുപാട് ജോലി ചെയ്യുന്നതിലല്ല. ജോലി ചെയ്യുന്നതിൽ ഒരു ആത്മീയത കണ്ടെത്തുന്നതിനാണ് പ്രാധാന്യം എന്നാണ് സുവിശേഷം പറയുന്നത്. ഒരുപാട് ജോലി ചെയ്ത് അങ്ങനെ ജോലി ചെയ്യാൻ വേണ്ടി ജീവിക്കുന്ന ആളുകളുണ്ട്. ഇതിന് മാത്രം ജോലി ചെയ്തിട്ട് അവസാനം എന്ത് നേടി? ഒന്നും തന്നെ ഉണ്ടാകില്ല. നമ്മുടെ ആത്മീയത കളഞ്ഞിട്ട്, നമ്മുടെ പ്രാർത്ഥന കളഞ്ഞിട്ട് ഒരു ജോലിയും ചെയ്താൽ അതിനൊന്നും തക്കതായിട്ടുള്ള തൃപ്തി കിട്ടില്ല എന്നുള്ളതാണ് സുവിശേഷം പറയുന്നത്. അതായത് ഒരു കുടുംബത്തിൽ പല ആളുകളുണ്ട്. വൃദ്ധ മാതാപിതാക്കൾ, മുത്തച്ഛൻ മുത്തശ്ശിമാർ, അവരുടെ പ്രാർത്ഥന കുടുംബത്തിലുള്ള എല്ലാവരുടെയും വെളിച്ചമായിട്ട് നിൽക്കണം. എവിടെയൊക്കെ ജോലി ചെയ്താലും അവരുടെയൊക്കെ ബലം ഈ മാതാപിതാക്കളുടെ പ്രാർത്ഥനയാണ്. ഇനി നമ്മുടെ വീട്ടിലുള്ള ചെറുപ്പക്കാരായിട്ടുള്ള മാതാപിതാക്കൾ, ഒരു ദിവസം മുഴുവനും അധ്വാനിക്കുന്നവർ, അവർക്കും വേണം ഒരു കുടുംബ പ്രാർത്ഥന, ഞായറാഴ്ചകളിലെ വിശുദ്ധ കുർബാനാചരണം, അതിൽ നിന്നൊക്കെയും ഉരുവാകുന്ന നല്ലൊരാത്മീയത. മക്കൾ പഠിക്കുന്നവരോ എവിടെയെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അവർക്കും വേണം ഈ ആത്മീയത. അതായത് നമ്മുടെ ഒരു ദിവസത്തെ ജീവിതത്തിൽ ഒരു മർത്തയും ഉണ്ടാകണം, ഒരു മറിയവും ഉണ്ടാകണം. മർത്ത ജോലി ചെയ്ത് നടക്കുന്നയാൾ, നമ്മുടെ ജീവിതത്തിലെ തന്നെ ജോലി ചെയ്യുന്ന ഭാഗം. മറിയം നമ്മുടെ ജീവിതത്തിലെ ആത്മീയത, നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥനയാണ് മറിയം എന്ന് പറഞ്ഞാൽ, ഒരു ദിവസത്തെ മുഴുവനും പകലിൻ്റെ അധ്വാനത്തിന് ശേഷം വൈകുന്നേരം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നതാണ് മറിയത്തിൻ്റെ റോള്. ഒരു ദിവസത്തെ നമ്മളൊരു സദ്യയായിട്ട് കൂട്ടുക. അതിലൊരുപാട് വിഭവങ്ങളുണ്ടാകും. എരിവുള്ളതും പുളിയുള്ളതും മധുരമുള്ളതും ഒക്കെ ആയിട്ടുള്ള ഒത്തിരി കറികളുണ്ടാവും, ചോറുണ്ടാവും. ഇതെല്ലാം കഴിയുമ്പോൾ അവസാനം ഉള്ള ഒരു മധുരം ഉണ്ടല്ലോ, ഒരു പായസം അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം, ഒരു പഴം. ഇതാണ് ആ സദ്യയുടെ ഏറ്റവും സ്വാദിഷ്ടമായിട്ടുള്ളതെങ്കിൽ അതാണ് നമ്മുടെ ഏറ്റവും അവസാനം കഴിക്കുന്ന ആ ഒരു മുഖം മിനുക്കിയാണ് നമ്മുടെ സന്ധ്യപ്രാർത്ഥന. അതുള്ളപ്പോഴാണ് നമ്മുടെ ജോലികൾക്ക് പൂർണ്ണതയുണ്ടാവും, ജോലിക്ക് തൃപ്തി ഉണ്ടാവും. അതിനാൽ തന്നെ പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ വൃദ്ധ മാതാപിതാക്കളെ ആദരിക്കാം, ബഹുമാനിക്കാം. അവരുടെ അറിവിൻ്റെ ഭണ്ഡാകാരം, അവരുടെ ആത്മീയതയുടെ ആഴം, അവരുടെ ജ്ഞാനത്തിൻ്റെ പരപ്പ്, ഇതൊക്കെയും നമുക്ക് വിലമതിക്കാനാകട്ടെ, അവരുടെ വ്യക്തിത്വങ്ങളെ ബഹുമാനിക്കാനാവട്ടെ.
എല്ലാ മുത്തച്ഛിമാർക്കും എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഡിജിറ്റൽ യുഗത്തിലെ സുവിശേഷ പ്രഘോഷണത്തിനും വചന പഠനത്തിനുമായി വചനവയൽ ഒരുക്കുന്ന ആപ്പ് ബിബ്ലിയ. www.biblia.in എന്ന സൈറ്റിലും പ്ലേ സ്റ്റോറിലും ബിബ്ലിയ ആപ്പ് ലഭിക്കുന്നതാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരു വർഷം കൊണ്ട് ബൈബിൾ മുഴുവനും വായിക്കുവാൻ സഹായിക്കുന്ന ബൈബിൾ നഴ്സറി, സഭയെ അടുത്തറിയുവാനുള്ള സഭാ കളരി, വിഷയാധിഷ്ഠിതമായി വീഡിയോകൾ ലഭിക്കുവാനും അപ്ലോഡ് ചെയ്യുവാനും സഹായിക്കുന്ന വീഡിയോ ഹബ്, വീഡിയോ ബുക്ക്, 3 ലക്ഷത്തിൽ പരം ചോദ്യോത്തരങ്ങളുടെ ശേഖരമുള്ള 250-ൽ പരം ഇ ബുക്കുകളുടെ പുസ്തകശാല, ഒരേ സമയം 100 കണക്കിന് ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിക്കുവാൻ സഹായിക്കുന്ന ക്വിസ് പ്ലാറ്റ്ഫോം ദബാർ. ഈ നവമാധ്യമ അപ്പസ്തോലേറ്റിൽ പങ്കുചേരാൻ ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ബിബ്ലിയ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.